വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ പ്രമീള ദേവിയുടെ നേതൃത്വത്തിൽ നടത്തിയ തെളിവെടുപ്പിന്റെ ഭാഗമായി ടോംസ് കോളേജിലെ 50ഓളം വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തി. വനിതാ കമ്മീഷന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കോളേജിലും ഹോസ്റ്റലിലും എത്തി വനിതാ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത്. തങ്ങൾക്ക് നേരിടേണ്ടി വന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ച് കുട്ടികൾ മൊഴി നൽകി. നിയമലംഘകരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക എന്നതിലേക്ക് ആവശ്യമായ റെക്കമെൻഡേഷൻസ്, ശുപാർശകളും നിർദ്ദേശങ്ങളും ഉടൻ തന്നെ സർക്കാരിന് കൊടുക്കുന്നതാണ്. കോളേജിൽ ഇനി കുട്ടികളെ പഠിപ്പിക്കുവാൻ താല്പര്യമില്ലെന്നും ചെയർമാൻ ടോം ടി ജോസഫിന്റെ ഭാര്യ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നതായും രക്ഷിതാക്കൾ പറഞ്ഞു. ഒരു ചെയർമാന്റെ ഒറ്റ കാരണം കൊണ്ട് ഒരു ഇത്രയും വലിയൊരു മഹാസ്ഥാപനം നശിക്കേണ്ടി വന്നത്. കാരണം വെച്ചാൽ പുള്ളി എല്ലാ കാലത്തും ഇവിടെ മറ്റൊരാൾക്കും യാതൊരു സ്വാധീനം കൊടുക്കാതെ കയറി ഭരിക്കുക, ഹോസ്റ്റലിൽ കയറി ഡിസ്റ്റർബ് ചെയ്യുക, ഹറാഷ് ചെയ്യുക കുട്ടി. എന്നാൽ കോളേജിനെതിരെ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായ നടപടികളാണെന്ന് കോളേജ് അധികൃതർ വനിതാ കമ്മീഷന് മുമ്പാകെ വിശദീകരണം നൽകി. അതേസമയം നേരത്തെ സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തെ തുടർന്ന് കോളേജിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. മറ്റക്കര ടോംസ് കോളേജിലെ അക്കാദമിക് അന്തരീക്ഷം അതീവ ഗുരുതരമാണെന്ന് ചൂണ്ടിക്കാട്ടി സർവകലാശാല രജിസ്ട്രാർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടാകും വനിതാ കമ്മീഷനും സമർപ്പിക്കുക. ക്യാമറമാൻ ജോം ടിക്കയോടൊപ്പം മറ്റക്കരയിൽ നിന്നും ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്.